ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പോൾ എൻ്റേതായ കുഞ്ഞു വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇന്നത്തെ ദിവസം ഒന്നും പറയണ്ട കേട്ടോ. ഇന്നത്തെ ദിവസം മൂടൂന്നിരിക്കാൻ നേരമില്ലാത്ത ദിവസം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാകുന്ന കേട്ടോ ഒരു കാരണവുമില്ല. ഇന്ന് ആരെയാണാവോ ഞാൻ കണി കണ്ടത്. ഇരുന്നിരുന്ന് ഒരാഴ്ച കുട്ടിന്ന് ജോലിക്ക് പോയി. ആരെയാണാവോ ഞാൻ കണി കണ്ടത്. ഇന്നത്തെ ദിവസം കണ്ടത് ആരായാലും കൊള്ളാം, കുഴപ്പമില്ല. ഒന്നും നമുക്ക് ചിന്തിക്കാനോ പിന്നീട് ഡിപ്രഷൻ അടിക്കാനുള്ള സമയം ഇന്ന് കിട്ടിയതേ ഇല്ല. രാവിലെ ജോലിക്ക് പോയപ്പോഴും എടുപ്പത് ജോലി ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് പോയതാണേ. അപ്പോൾ അതിൻ്റേതായ ജോലി ഉണ്ടായിരുന്നു. പോരാത്തതിന് അതിഭയങ്കരമായ ചൂടും. ഒരു രക്ഷയില്ല. ചൂടെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. എന്താ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിലും വെടിയെടുപ്പും അതും ഇതും അങ്ങനെ ഇങ്ങനെ ജോലികളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ജോലി തന്നെ. ഇപ്പോഴിതാ കുളിച്ചിട്ട് വന്നിരുന്നിട്ടാണ് നിങ്ങളോട് ഞാൻ കഥ പറയുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞാൻ തണ്ണിമത്തനും പപ്പായൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം കൊണ്ടുവന്നുടനെ ഇച്ചിരി ജ്യൂസ് അടിച്ച് കുടിക്കാമെന്നും പറഞ്ഞ് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളായിട്ട് എത്താം കേട്ടോ. നമ്മുടെ ഈ വാചകാടി മാത്രമല്ലാണ്ട് നമ്മുടെ എന്തെങ്കിലും മെയിനായിട്ട് സമയമാണ് പ്രശ്നം. അതിനെല്ലാം ഞാൻ സമയമെല്ലാം നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. എപ്പോഴും പറയും ശ്രമിക്കാം. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ അങ്ങനത്തെ വീഡിയോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ നിങ്ങളാരും കാണുന്നില്ല. നമ്മളങ്ങനെ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് ഒരു കുക്കിംഗ് വീഡിയോ എന്നൊക്കെ പറയുമ്പം അതിൻ്റേതായ പാടുണ്ട്. അത് എടുക്കുന്നവർക്കറിയാം. കുക്കിംഗ് വീഡിയോ ആയാലും ഏതൊരു സംഭവമായാലും ഒരു ട്രാവലായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് മൈൻഡ് അങ്ങോട്ട് പോകണം. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചാലുണ്ടല്ലോ കാണാൻ ആരുമില്ല. അതാണ് നമുക്ക് പിന്നെ മടി വരണം. പക്ഷെ നമ്മളിതൊക്കെ കഷ്ടപ്പെട്ട് ആരെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കാണാനും നമ്മളെ കാണാനും നമ്മുടെ ജോലികൾ കാണാനും നമ്മുടെ കുക്കിംഗ് ഇഷ്ടപ്പെടാനും നല്ല ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും ഉത്സാഹം തോന്നും. അപ്പം നിങ്ങളാണ് നമുക്ക് അതിനുള്ള ഒരു പവറും ശക്തിയൊക്കെ തരേണ്ട നിങ്ങളാണ് കേട്ടോ. പലരും പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ചാനലൊക്കെ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചില്ലേ, ചേച്ചിയുടെ കഴിവ് കൊണ്ട് ചേച്ചി ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചില്ലേ, അപ്പോൾ ചേച്ചി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചി ചാനൽ കുറച്ചുകൂടെ കയറിപ്പോട്ടെ എന്ന് ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട്. ഞാനും ശ്രമിക്കാം എന്ന് തന്നെ പറയാം. എന്തെങ്കിലും ഷോർട്ടായിട്ടെങ്കിലും കുഞ്ഞു നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നമ്മൾ ഇച്ചിരി പാടാണേ. നമുക്ക് ഇത്രയൊക്കെ കൊണ്ട് എത്തിക്കണമെന്ന് വെച്ചാൽ അത് വലിയൊരു പാടാണ്. നിസ്സാര കേസൊന്നുമില്ല. പറയുന്നവർക്കും ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നവർക്കൊക്കെ നിസ്സാരമായിരിക്കും. പക്ഷേ ഇത്രയൊക്കെ കൊണ്ടെത്തിക്കാനൊക്കെ നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ട് കേട്ടോ. പിന്നെ പൈസയുടെ കാര്യം എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ കിട്ടട്ടെ, അതും നിങ്ങളുടെ കനിയണം. നമ്മൾ ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്ന് നിങ്ങൾ തന്നെ അത് ഇനിയും അങ്ങോട്ട് പോകെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി തീരാവുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും, ഇത് വാങ്ങിയിട്ടാണോ നിങ്ങൾക്ക് അരി വാങ്ങാനെന്ന്, ഇതിൽ നിന്ന് കിട്ടിയിട്ടാണോ നിങ്ങൾക്ക് അരി വാങ്ങാനെന്ന് നിങ്ങൾ പലരും ചോദിക്കും. നമ്മൾ അറിഞ്ഞുകൂടാത്തവർക്ക് അറിയില്ല, അറിയുന്നവർ ചോദിക്കും, ഇനിയിപ്പോൾ എല്ലാം തികഞ്ഞ് ഇനിയിപ്പോൾ ഇതൊന്നും കൂടെ കിട്ടിയിട്ട് വേണം അരി വാങ്ങാനെന്ന്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ അധ്വാനിക്കുന്നതിന് നമ്മൾ കഷ്ടപ്പെടണതിന് എത്ര കോടിക്കണക്കിനുണ്ടെങ്കിലും എത്രയൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് അത് അധ്വാനിക്കുന്നതിന് ഫലം വേണ്ടേ. നമ്മളിപ്പോൾ ഒരു ചെടി തന്നെ നട്ടുപിടിപ്പിക്കണമെന്ന് വെച്ചാൽ ഒരു ചെടിയോ ഒരു പച്ചമുളകിൻ്റെ തൈയോ ഒരു തക്കാളിയുടെ തൈയോ കൊണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ കഷ്ടപ്പെടുമ്പം തിരിച്ച് നമുക്കതിന് ഫലം തരും. അത് നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്നേഹവും നമ്മൾ കൊടുക്കുന്ന കരുതലും നമ്മുടെ സമയവും ഒക്കെ നമ്മൾ അങ്ങോട്ട് അതിനു വേണ്ടി കൊടുക്കുമ്പോഴത്തേക്ക് തിരിച്ച് നമുക്കത് തരുമ്പോഴത്തേക്കുള്ള സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു പൂവായാലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു പച്ചക്കറി ആയാലും ഒരു മാവായാലും ഒരു മാങ്ങയായാലും തേങ്ങയായാലും എല്ലാം. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ്. നമ്മുടെ വിലപ്പെട്ട സമയമൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ വിലപ്പെട്ട സമയമൊക്കെ വന്ന് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
എൻ്റേതായ വിലപ്പെട്ട സമയങ്ങൾ ലൈവിലൂടെ ആയാലും വീഡിയോ എടുക്കാനായാലും ഷോർട്ടിലൂടെ ആയാലും എൻ്റെ വിലപ്പെട്ട സമയം ഞാൻ ഇതിൽ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളിതിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നമുക്കതിനുള്ള സപ്പോർട്ട് തരണം. അല്ല നമുക്കിപ്പോൾ ഇത് വാങ്ങിച്ച് വെച്ച് അരി വാങ്ങാമെന്നോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ കൂലി പ്രതീക്ഷിക്കണമെന്നല്ല. നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് ഫലം കണ്ടല്ലോ. നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ചെടി കൊണ്ടുവച്ച് നമ്മൾ വെള്ളമൊഴിച്ച് അത് നശിച്ചു പോയാൽ നമുക്കൊരു വിഷമം തോന്നൂലേ? നമ്മൾ ഇത്രയും ദിവസം വെള്ളം കോരി അതിന് നനച്ച് അതിന് വേണ്ടതൊക്കെ കൊടുത്തിട്ടും അത് നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ലെന്നുള്ളൊരു വിഷമം നമുക്ക് വരില്ലേ? നമ്മളിപ്പോൾ ഒരു പട്ടിയെ വളർത്തുന്നു, ഒരു പൂച്ചയെ വളർത്തുന്നു, ഒരു കോഴിയെ വളർത്തുന്നു, അതൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ? അതിന് കിട്ടുന്ന സ്നേഹം, അത് തരുന്ന സ്നേഹം, നമ്മളതിന് ആഹാരം എല്ലാം കൊടുത്തിട്ട് അത് നമ്മളെ കാണുമ്പോഴത്തേക്ക് ചീറിക്കൊണ്ട് നിന്നാൽ നമുക്ക് സന്തോഷം തോന്നും, വിഷമേ തോന്നുള്ളൂ. അതുപോലെ തന്നെ ഏത് കാര്യം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കൂടുതലൊന്നും എന്താ പറയുക അല്ലേ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്നും എൻ്റേതായ വിശേഷങ്ങളും എൻ്റേതായ കാര്യങ്ങളായിട്ടൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. കൂടുതലൊന്നും പറയുന്നില്ല. ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ ഉള്ള വീഡിയോ ആയിക്കോട്ടെ. ഞാൻ വീഡിയോയുടെ സമയമൊന്നും നോക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് കുറച്ച് തുണികൾ നനച്ച് വെച്ച് വാഷിംഗ് മെഷീനൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടേ ഫിറ്റിംഗ് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ അന്നുള്ള തുണികൾ കയ്യിന് തിരുമിയിടും കേട്ടോ. സോപ്പ് പൊടി വെച്ച് തിരുമിയിടും. അപ്പം തുണി നനച്ച് വെച്ചാണ് അത് മുകളിൽ കൊണ്ട് വിരിക്കണം. മഴ പെയ്യണമെങ്കിൽ പെയ്യട്ടെ, നനയണമെങ്കിൽ നനയട്ടെ, എന്തായാലും അത് മുകളിൽ കൊണ്ട് വിരിക്കണം. ഈ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് വേണം യൂട്യൂബിലോട്ട് അങ്ങ് തിരികെ കയറ്റിയിട്ട് വേണം തുണി കൊണ്ട് വിരിക്കാൻ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പം തന്നെ 9:30-10 മണി ആയെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം മൂടൊന്നിരിക്കാൻ നേരമില്ല. ചോറ് വന്നിട്ടാണ് ഇച്ചിരി ചോറ് കുക്കറിൽ വെച്ച്. എന്നാൽ കല്യാണമൊക്കെ ആയിട്ട് നമ്മൾ ചോറും കറിയൊന്നും ഇന്നലെ വെച്ചില്ല. ഇച്ചിരി ചോറ് അരിയെടുത്ത് കുക്കറിൽ വെച്ച് മീനൊന്നും വാങ്ങാൻ തന്നില്ല കേട്ടോ. വരുന്ന വഴിക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു. മീനൊന്നും ഞാൻ വാങ്ങാൻ തന്നില്ല. നൊത്തൊലി കരുവാടുണ്ടായിരുന്നു. നൊത്തൊലി കരുവാടിനെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന് വീഡിയോ എന്തോ എടുത്തുകൊണ്ടിരുന്നു. അതവിടെ ഇരുന്ന് വറ്റി ഇച്ചിരി കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല മണം വരുന്നത് കണ്ടിട്ട് ഞാൻ ഓടിപ്പോയി നോക്കിയപ്പം ഇച്ചിരി കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ കരിഞ്ഞ്. പക്ഷേ ഇല്ല, നല്ല വറ്റി നല്ല പരുവത്തിന് ആ ചോറിലിട്ട് വരവിത്ത്. ആ ചോറ് കഴിച്ചത് 5 മണിയായി. ചോറ് കഴിച്ചപ്പോഴേ 5 മണിയായി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ പേർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നടത്തുന്നത്. ശുഭരാത്രി, സുഖനിദ്ര.